പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദിനതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഉലകത്തിൽ ഒരവസരം കൂടി കർത്താവ് തന്നു. ദൈവം ആയുസിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി നമുക്ക് ദാനം തന്നതോർത്ത് കർത്താവിന് എല്ലാ നന്ദിയും അർപ്പിക്കാം. ഒപ്പം ദൈവം ചെയ്ത അർഹതയില്ലാതെ ഇരുന്നിടത്ത്, യോഗ്യതയില്ലാതിരുന്നിടത്ത് അർഹരാക്കി, യോഗ്യരാക്കി, കർത്താവിൻ്റെ മക്കളും അവൻ്റെ രാജ്യത്തിലുമാക്കി നമ്മളെ പരിപാലിക്കുന്ന ദൈവസ്നേഹത്തിനായി നല്ല ദാനങ്ങളും നല്ല കൃപകളും അനുഗ്രഹിക്കപ്പെട്ട കുടുംബവും തലമുറയും വീടും നമുക്കെല്ലാ ദാനങ്ങളും തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാനത്തിനായി നമുക്ക് നമ്മുടെ ശ്രദ്ധയെ വേദവചനത്തിലേക്ക് തിരിക്കാൻ ആധാരമായി 73-ാം സങ്കീർത്തനം 23, 24, 25 വാക്യങ്ങൾ. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഈ ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ആസാഫ് ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. തുടക്കത്തിൽ ആസാഫ് പറയുന്നത് അവർക്ക് വേദനയില്ലാത്ത ദുഷ്ടന്മാർ, അസൂയാലുക്കൾ, അഹങ്കാരികൾ, വേദനയില്ലാത്തവർ, അവർ ദൈവത്തെ അറിയാത്തവർ, എന്നിട്ടും അവർക്കൊട്ടും വേദനയില്ലാത്തവർ എന്ന് പറഞ്ഞ് ആസാഫ് ഇങ്ങനെ തുടങ്ങുകയാണ്. എൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, എൻ്റെ കാലടികൾ ഏറെക്കുറെ ഏകദേശം ഇടറിപ്പോയി, ഞാൻ ഒന്നുമല്ലാതായി തീരുമെന്ന ഒരു സാഹചര്യത്തിൽ വന്നു, വഴുക്കലിനകത്തൂടെ വന്നു, അത് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ നോക്കുമ്പോഴാണ്, ചുറ്റും നോക്കുമ്പോഴാണ് മറ്റുള്ള ആർക്കും ഒരു പ്രതിസന്ധിയില്ല, ഒരു ബുദ്ധിമുട്ടില്ല, വേദനയില്ല. അവരെല്ലാവരും സുഖത്തോടെ, സുഖലോലുപതയോടെ, സന്തോഷത്തോടെ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ മാത്രം, സ്വർഗത്തിലും ഭൂമിയിലും നിന്നെ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന, ദൈവത്തിനോട് മാത്രം കടപ്പെട്ടിരിക്കുന്ന, ദൈവത്തോട് മാത്രം പ്രത്യാശ വച്ചിരിക്കുന്ന ആസാഫിൻ്റെ ജീവിതം കാലുകൾ വഴുതുകയും അതേ കാലടികൾ ഇടറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യത്തോടടുക്കുമ്പം ആസാഫിന് തന്നെ ഒരു വേദനയോടെ, സംശയത്തോടെ, ഹൃദയത്തിലെ 100 ചോദ്യങ്ങളുമായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതാണ് 73-ാം സങ്കീർത്തനം. ആസാഫ് സംഗീത പ്രമാണിയാണ്, ചീഫ് മ്യൂസീഷ്യനാണ്, സംഗീതം ഉണ്ടാക്കുന്നയാളാണ്. പക്ഷേ വേദനയും സാഹചര്യത്തിനപ്പുറത്ത് ആത്മാവിൽ ലയിച്ചു പാടുന്ന ഈ മനുഷ്യൻ വേദനയോടെയാക്കാം ദൈവത്തോട് ഈ പാട്ട് പാടുന്നത്. പാടി തുടങ്ങുമ്പം അങ്ങനെ നോക്കുക, ദുഷ്ടന്മാർക്ക് വേദനയില്ല. പക്ഷെ പിന്നീട് ഒരു കാര്യം മനസ്സിലാകുക, അതെ, ഞാൻ എൻ്റെ കാലടികൾ ഇടറുന്നു, പക്ഷെ വീണു പോകുന്നില്ല. എൻ്റെ കാലുകൾ വഴുതിപ്പോകുന്നു, പക്ഷെ വീഴാൻ ഇടയാകുന്നില്ല. വീഴുന്നതിന് മുമ്പേ ദൈവം താങ്ങുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരാൽ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. പക്ഷെ നോക്കുമ്പോൾ ഈ ദുഷ്ടന്മാരും അസൂയാലുക്കളും, പിന്നെ അവരുടെ അന്തം എന്താകും എന്നറിയാൻ ഞാൻ ആലയത്തിലേക്ക് ചെന്നു. നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നേ, അവർ പുല്ലുപോലെ പൂവാടി പുല്ല് ഉണങ്ങിപ്പോയതുപോലെ, ഒരു ഇവിടെ ഇന്ന് കണ്ട് നാളെ പാടുന്ന പൂക്കളെ പോലെ വളർന്നു വരികയാ പുല്ല്. ഇന്ന് ആ പുല്ലിങ്ങനെ വളർന്നു വരുന്നത് പോലെ, പുല്ലുപോലെ അവരെ പിന്നെ അതിലേക്കൂടെ പോകുമ്പം അവരെ അവിടെ കാണുന്നതേയില്ല. അവരെക്കുറിച്ച് പറയും, നിശ്ചയമായി നീ അവരെ വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുന്നു, പിന്നെ ആ വഴി പോകുമ്പോൾ അവരെ കാണാനില്ല. ആ പുല്ല് മുളച്ചു വന്നത്, പൂ പോലെ വന്നത് അതുപോലെ തീർന്നുപോയി. ദുഷ്ടന്റെ അനുഗ്രഹം കണ്ടിട്ട്, ദുഷ്ടന്റെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് ദുഷ്പ്രവർത്തിക്കാരുടെ അസൂയ തോന്നി എന്ന് പിന്നെ വായിക്കുന്നുണ്ട്. അപ്പോ ഈ അസൂയയും വേദനയും തോന്നുന്ന ഇടത്ത് ആസാഫ് എന്ന് പറയുന്ന ദൈവമനുഷ്യന് വേദന വരുമ്പോൾ, സങ്കടം വരുമ്പോൾ എന്തുകൊണ്ടായെന്ന് ചിന്തിക്കുക. ഇതിനൊരു കാര്യമുണ്ട്. അനർത്ഥം വരുമ്പോൾ, വചനം പറയുന്ന അനർത്ഥം വരുമ്പോൾ, അനർത്ഥത്തിൽ തൻ്റെ കൂടാരത്തിന്റെ മറവിൽ ദൈവം നമ്മെ ഒളിപ്പിക്കും. എന്നാൽ ദുഷ്ടനെ സംബന്ധിച്ച് പറയുന്നു, അനർത്ഥം കണ്ട് നേരെ ചെന്ന് ഛേദിക്കപ്പെടും. ആ ഒറ്റ പ്രാവശ്യം അനർത്ഥം ഉണ്ടാവുള്ളൂ, ആ അനർത്ഥത്തിൽ ഛേദിക്കപ്പെട്ടു പോകും. എന്നാൽ നീതിമാനെ സംബന്ധിച്ച് അനർത്ഥം കണ്ട് ഒഴിഞ്ഞു മാറിപ്പോകും. ആ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമായാലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. 6 കഷ്ടത്തിൽ തിന്മ നിന്നെ തൊടുകയില്ല, 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. 6 കഷ്ടങ്ങൾ ഒഴിഞ്ഞു പോരും. ഇതാ നീതിമാനായ ഭക്തനായ മനുഷ്യന്റെ വാക്കിത. ഇത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വേദനപ്പെടുന്ന ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, നിനക്കെന്താ വേദന, നിനക്കെന്താ സങ്കടം? അതേ, ആ ലോകത്തിലുള്ളവര് അവര് തടിച്ചുരുണ്ടിരിക്കുന്നു, കൊഴുത്തിരിക്കുന്നല്ലോ, അവർക്കൊട്ടും വേദനയില്ല. ഒരു കളിയാക്കലുണ്ട്, അത് ശരിയാ. തിരുവചനം ആകമാനം പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെ കാണാം. പെനീനയ്ക്ക് വേദനയില്ല, സങ്കടമില്ല. മാത്രമല്ല, കാണിക്കാൻ പ്രാർത്ഥിക്കുന്നവൾ അല്ലെങ്കിലും കാണിക്കാൻ 10 മക്കളുമുണ്ട്. ചോദിക്കുമ്പോൾ പെനീന പറയും, ഞങ്ങൾ വലിയ പ്രാർത്ഥനക്കാരല്ല, ദൈവത്തോട് അത്ര ബന്ധമില്ല, പക്ഷേ നോക്ക്, ഞങ്ങൾക്ക് അനുഗ്രഹമുണ്ട്. നിനക്കെന്താ ദൈവമായിട്ട് ബന്ധമുണ്ടായിട്ടും ഇതില്ലാത്തതെന്ന് ചോദിക്കാൻ മറുപടിയില്ല. ആ സാഹചര്യത്തിനകത്ത്, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിനകത്ത്, ആ വേദനയ്ക്കകത്ത്, ആ സാഹചര്യത്തിനകത്ത് ഒന്ന് ചിന്തിക്കണം. ഇല്ല കുഞ്ഞെ, നീ നിൽക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ, നീ
നിനക്ക് നിനക്കൊരുവനെ കിട്ടും. അവന്റെ പേര് നിന്റെ എന്നല്ല, അത് ദൈവത്തിന്റെ പ്രവാചകൻ എന്ന്. അതേ ദൈവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഒരുവനെ ദൈവം നിനക്ക് തരാൻ പോകുക. ദാൻ മുതൽ ബെർശേബ വരെ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് ശമൂവേൽ. ആ ഒരു ബാലിന് വേണ്ടി അത് പെനീന വന്നത് നിന്നെ തകർത്ത് കളയാനല്ല, നിന്നെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹിപ്പിക്കാനാ. നിന്നെ പ്രാർത്ഥിച്ച് ശമൂവേൽ ബാലൻ നിന്റെ കരത്തിലേക്ക് തരാനാ. അത് വാഗ്ദത്ത സന്തതിയാ, മറക്കരുത്. ആസാവ് പറയുകയാ, ആസാവ് 25-ാമത്തെ വാക്യം എത്തുമ്പോഴേക്കും, എന്നിട്ടും ഇങ്ങനെയൊക്കെയാ സാഹചര്യങ്ങളിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്നിട്ടും ഞാൻ എപ്പോഴും ദൈവമേ നിന്റെ അടുക്കൽ മാത്രം ഇരിക്കുന്നു, നിന്നെ വിട്ട് ഞാൻ പോകുന്നില്ല. മറ്റൊരു തരത്തിൽ പറയാം, നീ എന്നെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. എനിക്കറിയാം ഞാൻ വഴുവഴുപ്പ് നടന്നിട്ടുണ്ട്, ഞാൻ വീഴാൻ പോയിട്ടുണ്ട്, പക്ഷേ നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി, നിന്റെ ആലോചനയാൽ, യു ആർ മൈ കൗൺസിലർ, നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഞാൻ തകർന്നു പോകത്തില്ല, നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും. ഉറപ്പോടെ പറഞ്ഞേ, ദൈവത്തിന്റെ ആലോചനയാൽ ദൈവം നിന്നെ വഴി നടത്തും, തകർന്നു പോകത്തില്ല കുഞ്ഞെ. അടുത്ത വാക്യം പറയുന്നു, സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ പേരാ ഭക്തൻ എന്ന് പറയുന്നത്. സ്വർഗത്തിൽ ആരാ ഉള്ളത്? ദൈവഭക്തൻ. ഭൂമിയിലും നിന്നെയല്ലാതെ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഇയാളുടെ പേരാണ് ദൈവഭക്തൻ എന്ന് പറയുന്നത്. ദൈവഭക്തനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ദൈവത്തിന്റെ കുഞ്ഞെ, നിന്നോടാ പറയുന്നത്, ഭൂമിയിൽ എനിക്ക് ആരുള്ളൂ? അത് ദൈവം മാത്രം. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? നിന്നെയല്ലാതെ മറ്റൊന്നും. ആ ദൈവം കൂടെ നടക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാങ്കിൽ ഡെപ്പോസിറ്റ് നിനക്ക് ഉണ്ടാവത്തില്ല. നിനക്ക് നല്ല മനോഹരമായ നിന്റെ ചാർച്ചക്കാരെ പോലെ നോക്കുന്ന ആളുകളെ പോലെ വീടുണ്ടാകത്തില്ല. സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായിരിക്കത്തില്ല. നിന്റെ കുഞ്ഞുങ്ങളുടെ വേദനയും രോഗവും മാറുന്നില്ല. ഇന്ന് നോക്കുമ്പോഴേ കഷ്ടതയും വേദനയും രോഗമാ. പക്ഷെ കുഞ്ഞെ, അതെല്ലാം അങ്ങനെയെല്ലാം ആയിരിക്കുമ്പോ നിനക്ക് ദൈവത്തോടാണ് പ്രത്യാശ. ദൈവം കൂടെയുണ്ടെന്ന് ഒരു ഉറപ്പുണ്ടോ? ഇതിന്റെ എല്ലാം അപ്പുറത്ത് നിന്നെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരം ചേർത്ത് പിടിക്കുന്ന ആ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്ന കരം, ദൈവം കൂടെയുണ്ടെന്ന് ഉറപ്പുണ്ടോ? നീ സക്സസ് ആ, നീ കൃതാർത്ഥന, നീ ഭാരപ്പെട്ടു പോകേണ്ട. ദൈവം നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ നിന്റെ സമാധാനത്തോടെ സമാധാനത്തോടെ ഉറക്കം, സൗഖ്യത്തോടെ നടക്കുവാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. മറ്റെല്ലാം ഉള്ളപ്പോഴും ഇത് മാത്രം ദൈവം കൂടെ ഇല്ലെങ്കിൽ എല്ലാം തകർന്നു. മറ്റൊന്നുമില്ലെങ്കിലും കുഞ്ഞെ, ദൈവം കൂടെയുണ്ടോ? നീ സക്സസാ, നീ വിജയ. ദൈവം കൂടെയുണ്ടോ? ഉലകത്തിന്റെ സൃഷ്ടിതാവായി ദൈവം കൂടെയുണ്ടോ? നീ സക്സസ് ആ കുഞ്ഞെ, നീ വിജയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആസാഫിനോട് ചേർന്ന് അതേ ദൈവം കൗൺസിലറായി ദൈവത്തിന്റെ ആലോചനയാൽ വഴി നടക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന, സ്വർഗത്തിലും ഭൂമിയിലും കർത്താവെ നിന്നെയല്ലാതെ ആരെയും ആഗ്രഹിക്കാതെ കർത്താവിനോട് കൂടെ, എന്നിട്ടും സാഹചര്യങ്ങളൊക്കെ എതിരായിട്ടും എന്നിട്ടും ദൈവത്തോടു കൂടിയിരിക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ആ ഉറപ്പ്, ദൈവം വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ്, വീണ് പോകയില്ല, ദൈവം വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പ് ജനത്തെ കൊടുക്കുന്നു. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം. എല്ലാ മാനവും മഹത്വത്തോടെ നേടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയാൽ നമ്മളെ നിറയ്ക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയ്ക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.